ഹായ്, വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ് സോൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എങ്ങനെ ഫാബ്രിക്കിൽ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ക്ലോത്ത് ഫാബ്രിക് വേണം നമുക്ക്. അത് എല്ലായിടത്തും കിട്ടുന്നതാണ്, എല്ലാ ഷോപ്സിലും അവൈലബിൾ ആണ്. ഇതൊരു കോട്ടൻ്റെ ക്ലോത്താണ്. 10 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വെടുത്തൊക്കെ നോക്കി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലൊരു എംബ്രോയ്ഡറി റിങ്ങും ബട്ടൺ ഹൗസുകളിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് ഇതുപോലെ ഫിറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഒരു ചോക്ക് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെൻസിൽ എടുക്കുക. ഞാനിവിടെ പെൻസിൽ യൂസ് ചെയ്യാത്ത പെൻസിൽ വെച്ചിട്ട് നമ്മൾ വരച്ചതിന് ശേഷം റബ്ബ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർക്ക് അവിടെ കാണും. അത് കാരണമാണ് ഞാൻ അത് യൂസ് ചെയ്യാത്ത. ഒരു ചോക്ക് എടുത്തിട്ട് ഒരു റൗണ്ട് വരയ്ക്കുക. അതെന്ത് വെച്ചും വരക്കാം. ഞാനിവിടെ ഒരു പഴയ പ്ലേറ്റ് വെച്ചിട്ടാണ് വരച്ചത്. അതൊരു പെർഫെക്റ്റ് റൗണ്ട് ആയിരിക്കണം എന്നുള്ളൂ. അപ്പോൾ അതുപോലൊരു റൗണ്ട് വരയ്ക്കുക. അതിനുശേഷം ഞാൻ ഏത് കളേഴ്സാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ക്യാമൽ ഫാബ്രിക്ക ആക്രിലിക് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. അൾട്രാ 6 ഷെയ്ഡ്സാണ് അതിൽ വരുന്നത്. 6 കളേഴ്സാണ്. അപ്പോൾ ഏതൊക്കെ കളേഴ്സ് എന്ന് പറയാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ചെയ്ത് പഠിക്കാൻ ഇതുപോലത്തെ ഒരു ബോക്സ് തന്നെ ധാരാളമാണ്. ഇനി നമുക്ക് ഫ്ലവർ ബഡ് ചെയ്യാനുള്ള കളേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റെഡ് കളറും പിന്നെ അതിൻ്റെ കൂടെ വൈറ്റ് കളറും കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ഫ്ലവർ ബഡ് ഇവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ 2 കളേഴ്സ് തമ്മിൽ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതിനാണ് വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ലീഫിന് വേണ്ടിയിട്ടുള്ള കളറാണ് കാണിക്കുന്നത്. യെല്ലോ ആൻഡ് ഗ്രീൻ കളറാണ്. ഈ യെല്ലോ ആൻഡ് ഗ്രീൻ കമ്പൈൻ ചെയ്ത് നമ്മൾ ഒരു ലീഫ് ചെയ്യുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഒരു നേച്ചുറൽ ലുക്ക് കിട്ടുന്നതാണ് ആ ലീഫിന്. ഇതിന് പകരം യെല്ലോക്ക് പകരം നമുക്ക് ഗ്രീൻ്റെ കൂടെ വൈറ്റും യൂസ് ചെയ്യാം. പക്ഷെ അതൊരു എന്താ പറയുക, എൻ്റെ ക്ലോത്ത് വൈറ്റ് ആയ കാരണം അതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നില്ല. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് യെല്ലോ ആണ് ഗ്രീൻ്റെ കൂടെ എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ബ്രഷാണ് വേണ്ടത്. ഇത് ഫ്ലവർ ബഡ് ചെയ്യാനാണ് ഞാൻ ഈ ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുള്ളത്. ഈ ബ്രഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് 8 ആണ്. സൈസ് 8ൻ്റെ റെയിൻബോൻ്റെ ഫ്ലാറ്റ് ബ്രഷാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് സൈസ് 8 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ബ്രഷ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് ബ്രഷ് ഓർ ലൈനർ ബ്രഷ് എന്ന് പറയും നമ്മൾ. 000ൻ്റെ പോയിൻറ്റ് ബ്രഷ് ഓർ ലൈനർ ബ്രഷ്. ഇത് ലൈൻസ്, കർവ്സ്, ഡോട്ട്സ് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഈ 000ൻ്റെ ലൈനർ ബ്രഷ് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ബ്രഷ് ഇത് സൈസ് 1 റെയിൻബോൻ്റെ ബ്രഷാണ്. ഇത് നമുക്ക് കുഞ്ഞു ലീവ്സ് അതുപോലെ ഫ്ലവർ ബഡിൻ്റെ തണ്ടുകൾ ഒക്കെ ചെയ്തെടുക്കാൻ ഈ ബ്രഷ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് 1ൻ്റെ ബ്രഷ്, സൈസ് 1ൻ്റെ ബ്രഷ്. നെക്സ്റ്റ് ഈ ബ്ലൂ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇതൊരു പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രഷാണ്. ഇതിൻ്റെ സൈസ് അതിൽ കാണുന്നില്ല. ഇതൊരു 4 ബ്രഷുള്ളൊരു പാക്കായിരുന്നു. അതിലൊരു ബ്രഷാണിത്. അപ്പോൾ ഇതിൻ്റെ സൈസ് കാണുന്നില്ല. ഇതാണ് ആ ബ്രഷ്. പിന്നെ നെക്സ്റ്റ് ഇനി എന്തൊക്കെയാണെന്ന് ആവശ്യമുള്ളതെന്ന് ഞാൻ കാണിക്കാം. ഇതൊക്കെ ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കട്ടെ എൻ്റെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് ആവശ്യമുള്ള സാധനം എന്ന് പറയുന്നത് ഒരു വേസ്റ്റ് ക്ലോത്ത് ആണ്. ഈ ഒരു വേസ്റ്റ് ക്ലോത്ത് നമുക്ക് ബ്രഷിലുള്ള പെയിൻറ്റുകളൊക്കെ ക്ലീൻ ചെയ്യാൻ, അതുപോലെ വാട്ടർ ക്ലീൻ ചെയ്യാനൊക്കെ നമുക്ക് ആ വേസ്റ്റ് ക്ലോത്ത് എടുക്കാം. പിന്നെ നെക്സ്റ്റ് വെള്ളം, ഒരു കപ്പിൽ അല്പം വെള്ളം. ഇത് നമുക്ക് ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കൊക്കെ ബ്രഷിലെ പെയിൻറ്റൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം ഒരു ഗ്ലാസ്സിൽ. പിന്നെ ഇതൊരു ബോക്സിൻ്റെ ലിഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല എന്താ പറയുക, സ്മൂത്താണ്. അപ്പോൾ എനിക്ക് പെയിൻറ്റ് മിക്സ് ചെയ്യാൻ ഈ ഒരു ലിഡ് ആണ് സൗകര്യമായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് പാലറ്റ്സ് വേണമെങ്കിൽ പാലറ്റ് യൂസ് ചെയ്യാം. എൻ്റെ സൗകര്യത്തിന് ഞാനിത് എടുത്തു എന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഫ്ലവർ ബഡ് റീത്ത് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഫ്ലാറ്റ് ബ്രഷ് എടുക്കുക. നേരത്തെ ഞാൻ കാണിച്ചില്ലേ ഫ്ലവർ ബഡ് ചെയ്യാനുള്ള ബ്രഷ്, സൈസ് 8ൻ്റെ ബ്രഷ് എടുക്കുക. അത് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം അതിലുള്ള വെള്ളം വേസ്റ്റ് ക്ലോത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക. ബ്രഷിൽ വെള്ളം പാടില്ല. വെള്ളം വന്നാൽ അത് പരന്നു പോകും. പിന്നെ റെഡ് കളറ് എടുക്കുക. റെഡിൻ്റെ 10 ml ബോട്ടിൽ എടുക്കുക. അതിൽ നിന്ന് അല്പം റെഡ് കളർ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി എടുക്കണം.
ഇനി ഞാൻ ആ പെയിൻറ്റ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ബ്രഷിലുള്ള വേസ്റ്റ് പെയിൻറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വൈറ്റ് കളർ എടുക്കണം. വൈറ്റ് കളർ എടുത്തതിന് ശേഷം നമുക്ക് കളർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് പെയിൻറ്റ് മിക്സിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബ്രഷിൻ്റെ ഒരു കോർണറിൽ റെഡ് കളറ് ഇങ്ങനെ ഫില്ല് ചെയ്യുക. ഒരു കോർണറിൽ റെഡ് കളറും മറ്റേ നെക്സ്റ്റ് കോർണറിൽ വൈറ്റ് കളറും ഇങ്ങനെ ഫില്ല് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊരിക്കലും ഇതിൻ്റെ അറ്റങ്ങൾ തമ്മിൽ മാറിപ്പോവരുത്. ഇങ്ങനെ സെൻറ്ററിൽ എപ്പോഴും വൈറ്റ് കിട്ടണം. ഈ വൈറ്റ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വൈറ്റ് മാറി ലൈറ്റ് ഒരു പിങ്ക് കളർ ഷെയ്ഡ് കിട്ടും. അതാണ് അതിൻ്റെ കറക്റ്റ് മിക്സിങ് എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ഒരു വൺ സ്ട്രോക്ക് പെയിൻറ്റിങ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുക. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമെന്ന് തോന്നുന്നു. രണ്ട് സൈഡിൽ റെഡ് കളറും മിഡിലിൽ വൈറ്റ്, ഒരല്പം വൈറ്റും പിന്നെ ഒരു ലൈറ്റ് പിങ്ക് കളറുമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലവർ ബഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് അറ്റത്ത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരറ്റത്ത് നിന്ന് മറ്റ് അറ്റത്തേക്ക് ഇങ്ങനെ ഒരു കർവ് ചെയ്ത് കൊടുക്കുക. ഒന്നിങ്ങനെ കർവ് ചെയ്ത് കൊടുത്താൽ മതി, മുകളിലും താഴെയും അതുപോലെ. ഇപ്പൊ കണ്ടോ എത്ര വൃത്തിക്കാണ് ഒരു ബഡിന്റെ ഒരു ഷേപ്പ് കിട്ടിയത്. എത്ര പെട്ടെന്നാണ് നമുക്ക് ഒരു ബഡ് ചെയ്യാൻ പറ്റിയത്. ഇനി വീണ്ടും പെയിന്റ് ലോഡ് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ചെയ്യുക. അതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം നല്ല വൃത്തിക്ക് കിട്ടും. ഒന്നുകൂടെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ സൈഡിലും ആ സ്ട്രോക്ക് നല്ല വൃത്തിക്ക് കിട്ടണം. ഇനി നമുക്ക് ഇതളുകൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ അതിന് ഇതളുകളാകും. കണ്ടോ ഇപ്പൊ എന്ത് മനോഹരമായിട്ടാണ് ആ ഇതളുകൾ വന്നിട്ടുള്ളത്. ഇനി ഞാൻ ബ്രഷ് ഒന്ന് കഴുകിയിട്ട് വേറെ ബ്രഷ് എടുക്കുവാണ്. ഇനി ഞാൻ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ കാണിച്ച ബ്ലൂ കളർ ബ്രഷാണ്. ഇതും ഞാൻ നേരത്തെ പെയിന്റ് ലോഡ് ചെയ്യുന്നത് കാണിച്ച പോലെ തന്നെ ഒരു കോർണറിൽ റെഡ്, മറു കോർണറിൽ വൈറ്റ് അങ്ങനെ എടുത്തിട്ട് നേരത്തെ മിക്സ് ചെയ്ത പോലെ തന്നെ ഞാൻ പെയിന്റ് മിക്സ് ചെയ്യാണ്. നേരത്തെ കാണിച്ചു തന്ന അതുപോലെ തന്നെ ഒരു ബഡ് തന്നെയാണ് ചെയ്യുന്നത്. ആ ബഡ് കുറച്ച് വലുപ്പമുള്ളതും ഇത് കുറച്ച് കുഞ്ഞി ബഡുമാണ്. നമ്മൾ ബ്രഷിൻ്റെ സൈസിനനുസരിച്ചാണ് ബഡിൻ്റെ വലുപ്പം കിട്ടാറ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് കളർ അല്ലെങ്കിൽ ആ ലൈറ്റ് പിങ്ക് കളർ വരുന്ന ആ ഭാഗം എപ്പോഴും മുകളിലോട്ട് ആക്കിയിട്ട് കർവ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു ഷേപ്പിൽ ഒരു ഫ്ലവർ ബഡിൻ്റെ ഒരു ഷേപ്പ് അപ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. മുകളിലോട്ട് എപ്പോഴും വൈറ്റ് അല്ലെങ്കിൽ ആ ലൈറ്റ് പിങ്ക് കളറ് മുകളിലോട്ട് വരണം. ഇതിനും ഞാൻ കുഞ്ഞു ഇതളുകൾ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ കുഞ്ഞു ഇതളുകൾ. അപ്പോൾ നമ്മളൊരു ചെറിയതും വലിയതും ബഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. വീണ്ടും അതുപോലുള്ള ബഡുകളാണ് ഞാനിവിടെ വരയ്ക്കുന്നത്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു ബഡുകൾ വരച്ചു കൊടുക്കുക.
നമ്മളുടെ ഫ്ലവർ റീത്തിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.